ഹലോ ഗായ്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് ഒരു ഷോപ്പിംഗ് വ്ലോഗാണ്. ഞാനും ദീപയും കൂടെ മക്വറി ഷോപ്പിംഗ് സെൻറ്ററിലോട്ട് പോവാണ് കേട്ടോ. വീട്ടിലേക്ക് വരാൻ പറ്റുന്നില്ല, കാരണം പുള്ളിക്കാരിയുടെ ഹസ്ബൻഡിന് വയ്യ, അതുകൊണ്ട് വരുന്നില്ലെന്ന് പറഞ്ഞു. ഞങ്ങൾ രണ്ടുപേരും കൂടാണ് കേട്ടോ മക്വറി ഷോപ്പിംഗ് സെൻറ്ററിൽ പോകുന്നത്. ഫസ്റ്റ് ടൈമാണ് ഞാൻ അവിടെ പോകുന്നത്. മിക്ക സമയത്ത് ഞാൻ ഒന്നെങ്കിൽ പാരമട്ട വെസ്റ്റ് ഫീൽഡ്, അല്ലെങ്കിൽ റൗസിൽ ടൗൺ സെൻറ്റർ, അല്ലെങ്കിൽ ബ്ലാക്ക് ടൗണിലൊരു ഒരു വെസ്റ്റ് ഫീൽഡ് ഉണ്ട്, അവിടെയൊക്കെ ആയിരിക്കും കേട്ടോ ഞാൻ പോയിട്ടുള്ളത്. പക്ഷേ ആദ്യമായിട്ടാണ് ഞാൻ മക്വറി ഷോപ്പിംഗ് സെൻറ്ററിൽ പോകുന്നത്. പോയാലോ? വെൽക്കം ടു സിംപ്ലി ഗോപികാസ് യൂട്യൂബ് ചാനൽ. മെയിനായിട്ട് ഷോപ്പിംഗ് അല്ല കേട്ടോ ഉദ്ദേശം. അവരെ ഫ്രണ്ട്സിനെ ഒന്ന് കാണണം, അവരുമായിട്ട് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യണം. അതൊക്കെ തന്നെയാണ് കേട്ടോ എൻ്റെ മെയിൻ ലക്ഷ്യം. ഷോപ്പിംഗ് മാത്രമാണെങ്കിൽ എനിക്കിവിടെ റൗസിൽ ടൗൺ സെൻറ്ററിൽ പോയാൽ മതി, അവിടെ എല്ലാ കാര്യവും കിട്ടും. ബട്ട് ഇതെനിക്ക് അവരെ കാണാനാണ് കേട്ടോ പോകുന്നത്. ഞാൻ സിഡ്നിയിൽ വന്നതിന് ശേഷമാണ് ഇത്രയും വിശാലമായിട്ടുള്ള സ്റ്റേഷൻസൊക്കെ കാണുന്നത് കേട്ടോ. ഭയങ്കര വലിയ സ്റ്റേഷൻസ് ആയിരിക്കും, മിക്ക സ്റ്റേഷൻസും അങ്ങനെയാണ്, എസ്പെഷ്യലി മെട്രോ സ്റ്റേഷൻസൊക്കെ. മെട്രോ സ്റ്റേഷൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ മക്വറി ഷോപ്പിംഗ് സെൻറ്റർ. അതുകൊണ്ട് സിമ്പിളായി, ഞാൻ വിചാരിച്ച് കുറച്ച് ദൂരം നടക്കാനുണ്ടെന്ന്. തൊട്ടടുത്ത് തന്നെയാണ്. ദീപ അവിടെ ഓൾറെഡി എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കണ്ടുമുട്ടി. പിന്നെ നേരെ മക്വറി ഷോപ്പിംഗ് സെൻറ്ററിലോട്ട് കയറി കേട്ടോ. വലിയ ഷോപ്പിംഗ് സെൻറ്റർ ആയിരുന്നു, ഒട്ടുമിക്ക എല്ലാ ഷോപ്സും അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ മെയിനായിട്ട് ഇവിടെ ഷോപ്പിംഗ് സെൻറ്റർ തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ജാനുവരിയിൽ ഞങ്ങൾ രണ്ടുപേരും നാട്ടിൽ പോകുന്നുണ്ട്. അപ്പം നാട്ടിലേക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൂടെ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇവിടെ വന്നത്. അല്ലെങ്കിൽ ഞങ്ങൾ വേറെ ഏതെങ്കിലും കറങ്ങാൻ പറ്റിയ സ്ഥലങ്ങൾ ചൂസ് ചെയ്തേനെ കേട്ടോ. ആദ്യം പോയത് ആൽദിയിലായിരുന്നു. ആൽദിയിൽ കുറച്ച് ഈ കോൾസിലും വൂൾവേഴ്സിലും കിട്ടുന്ന സാധനങ്ങൾ തന്നെ, പക്ഷെ കുറച്ച് വില കുറഞ്ഞ് കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഇവിടെ കയറി എന്തൊക്കെ വാങ്ങാം എന്നൊന്ന് നോക്കി. പക്ഷേ ഞാൻ കുറച്ച് നട്ട്സാണ് കേട്ടോ അവിടെ നിന്ന് വാങ്ങിയത്. ഇവിടുത്തെ ആൽദി കുറച്ച് ചെറുതായിരുന്നു, അതുകൊണ്ട് പ്രത്യേകിച്ച് വാങ്ങത്തക്ക രീതിയിലുള്ള ഐറ്റംസ് ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം ഞങ്ങൾ എല്ലാ ഐസും ഒന്ന് നോക്കിയിട്ട് തിരിച്ചിറങ്ങിയേ. പിന്നെ ക്രിസ്മസ് ആയതുകൊണ്ട് ആ ഷോപ്പിംഗ് സെൻറ്റർ നല്ല രീതിയിൽ ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് കണ്ടില്ലേ, ഒരു ജിറാഫാണ് കേട്ടോ. ട്രീയിൽ ജിറാഫൊക്കെയാണ് കേട്ടോ പണിഞ്ഞേക്കുന്നത്. പിന്നെ കുറേ ബേർഡ്സും ടൈഗർ, ലയൺ, അങ്ങനെ എല്ലാ ഫ്ലോറിലും ഓരോരോ ഡെക്കറേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. എന്ത് നമ്മുടെ പേര് എന്തെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ മതി, അവർ രണ്ടുപേരും ചെയ്തു തരും. ഇതിനകത്ത് പേരെഴുതി തരുമോ? ഇത് അവിടെ കണ്ടാൽ ഓക്കെ ഓക്കെ ഓക്കെ. അവരതിൽ എഴുതി തരും. അതെ, നമ്മുടെ പേരൊക്കെ ആ ബോബിൾസിൽ എഴുതി തരുമെന്നാണ് കേട്ടോ ദീപ പറഞ്ഞത്. നല്ല ഭംഗിയൊക്കെയായിരുന്നു ഇവർ ആ ഷോപ്പിംഗ് സെൻറ്ററൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ സിഡ്നിയിൽ വന്നതിന് ശേഷം ഒരു നവംബർ ഫസ്റ്റ് വീക്ക് തന്നെ നമ്മൾ പുറത്തിറങ്ങുമ്പം ഇങ്ങനെ എവിടെ നോക്കിയാലും ഒരു ക്രിസ്മസ് വൈബ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ക്രിസ്മസ് ആവുന്നതനുസരിച്ച് അതിൻ്റെ ഡെക്കറേഷൻസൊക്കെ കൂടി വരും കേട്ടോ. പക്ഷെ ഒരു കാര്യമേ ഉള്ളൂ, നല്ല ചൂടാണ്. ബാക്കി സ്ഥലങ്ങളിലൊക്കെ തണുപ്പല്ലേ, ഇവിടെ മാത്രം നല്ല ചൂടാണ്. പിന്നെ ഞങ്ങൾ നേരെ പോയത് കെമാർട്ടിലാണ്. കെമാർട്ടിൽ കുറച്ച് കിച്ചൺ ഐറ്റംസ് ഒക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. എൻ്റെ വീഡിയോയിൽ ഇടയ്ക്കിടയ്ക്ക് ദീപുവിൻ്റെ മുഖം ഇങ്ങനെ അപ്പിയർ ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഞാനതെന്തായാലും ഇടുമെന്നുള്ളത്. അങ്ങനെ പുള്ളിക്കാരിക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷെ നേരിട്ട് വന്ന് സംസാരിക്കാൻ പുള്ളിക്കാരിക്ക് പറ്റത്തില്ലെന്ന് നേരത്തെ പറഞ്ഞു കേട്ടോ. അങ്ങനെ കെമാർട്ടിൽ നിന്ന് ഞാൻ ഈ 3 കണ്ടെയ്നേഴ്സ് എടുത്തു. കണ്ടെയ്നേഴ്സുമായിട്ട് ഒരു ബന്ധമില്ലാത്ത സ്ഥലത്താണ് കേട്ടോ ഞാനിപ്പോൾ നിൽക്കുന്നത്. കാരണം വേറൊന്നുമല്ല, ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി. അപ്പം നിങ്ങളെ എന്തെങ്കിലുമൊക്കെ എടുക്കുന്നത് കാണിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാനിപ്പം വീഡിയോ എടുക്കുന്നത്. ഒരാവശ്യമില്ലാത്ത സാധനങ്ങൾ, പക്ഷെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അതൊക്കെ ക്രിസ്മസിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് ആയിരുന്നേ. വാങ്ങിക്കാൻ ഒരു ഉദ്ദേശമില്ലാത്ത ഐറ്റംസൊക്കെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പറക്കിയെടുത്ത് അവിടെ തറയിലുമൊക്കെ ഇട്ട് ഇങ്ങനെ നടക്കുവാണ് കേട്ടോ. പക്ഷെ ജസ്റ്റ് നമ്മൾ ഗേൾസ് ഇങ്ങനെ ഷോപ്പിങ്ങിന് വരുമ്പം എല്ലാം ഇങ്ങനെ തൊട്ടും നോക്കിയും എടുത്തുമൊക്കെ ചെയ്യുന്നത് നല്ല രസമല്ലേ. അതാണ് കേട്ടോ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, നല്ല ഭംഗിയില്ലേ. റെട്രോ സ്റ്റൈൽ
ആ അത് ഇപ്പം തുടങ്ങിയതാട്ടോ. ഇപ്പൊ കുറേ പേര് ഇത് ഇടുന്നുണ്ട് ഇങ്ങനെ. ക്രിസ്മസ് പാർട്ടിയൊക്കെ അല്ലേ. പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഇതാണ്. പിന്നെ ഇതേപോലെ തൊപ്പി, ഇതൊക്കെ ബീച്ചിൽ പോകാൻ വേണ്ടിയിട്ടുള്ള ബാഗ്സ് ആണ്. ഇതൊക്കെ അയ്യ എത്തുന്നില്ല. ഞാൻ മിക്കവാറും ഇതെല്ലാം കൂടെ തള്ളിയിടും. അതവിടെ കിടക്കട്ടെ, അതായിരിക്കും നല്ലത്. കൊള്ളാല്ലേ? അയ്യോ ഇത് നോക്ക്. ഉണ്ടാ കൊള്ളാം. ഷോപ്പിങ്ങിന് കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ഓരോന്ന്. എനിക്കൊരു ബെൽറ്റ് വേണമെന്നുണ്ടായിരുന്നു. വിശന്നിരിക്കുമ്പം ഇതൊക്കെ കാണുമ്പം എനിക്കെല്ലാം വാരി തിന്നാൻ തോന്നും. ഭയങ്കര വിശപ്പ്. ഇപ്പം എന്തെങ്കിലും കഴിക്കാൻ വേണ്ടി പോവുകയാണേ. ഭയങ്കര വിശന്ന് വല്ല ഞാൻ കുറേ റെസ്റ്റോറൻറ്റ് തപ്പിയിട്ട് ലാസ്റ്റ് ഞാൻ വന്ന് നിന്നത് എൻ്റെ ഫേവറേറ്റ് പാപ്പ റിച്ച് മലേഷ്യൻ ക്വിസീനിൽ തന്നെയാണ് കേട്ടോ. സ്ഥലത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഈ പുതിയ ഫുഡ് ട്രൈ ചെയ്യാൻ ഭയങ്കര പേടിയാണെന്നുള്ളതുകൊണ്ട് ഇതാകുമ്പോൾ അറിയാമല്ലോ. അതുകൊണ്ട് ഞാൻ സെയിം എപ്പോഴും ഓർഡർ ചെയ്യുന്ന ആ സെയിം ഫുഡ് തന്നെ ആയിരിക്കും കേട്ടോ കഴിക്കുന്നത്. ഫുഡ് വന്നിട്ടുണ്ട്. ഞാൻ സ്ഥിരം ഓർഡർ ചെയ്യുന്ന സാധനം റോട്ടി കനായി വിത്ത് ചിക്കൻ കറിയാണ്. ദീപ് ഓർഡർ ചെയ്ത റോട്ടി കനായി വിത്ത് വെജ് കറിയാണ് കേട്ടോ. പുള്ളിക്കാരി വെജിറ്റേറിയനാണ്. വിശന്നിരിക്കുമ്പം നമ്മൾ ഓർഡർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ റോങ് ചോയ്സ് ആണെന്ന് പറയുന്നത് സത്യമാണ്. ഞാൻ ഈ സാധനം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു വകയ്ക്കും കൊള്ളത്തില്ലായിരുന്നു കേട്ടോ. പിന്നെ ഇതൊരു മെക്സിക്കൻ കടയാണ്. ദീപുവിന് ഡിന്നറിന് വേണ്ടിയിട്ട് വന്നതാണ്, ഡിന്നർ പാക്ക് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. പിന്നെ അതെ ഈ ഒരു കടയിൽ നിന്ന് ദീപുവിനെ ഫോഴ്സ്ഫുള്ളി കൊണ്ടുപോവാണ്. ഇവിടുന്ന് ബ്രൗണി വാങ്ങിച്ചു തരണമെന്നും പറഞ്ഞ്, ഇവിടുത്തെ ബ്രൗണി നല്ലതാണെന്നും പറഞ്ഞാണ് കേട്ടോ എന്നെ കൊണ്ടുപോയത്. ആൻഡ് ഇറ്റ് വാസ് സോ ടേസ്റ്റി, പറഞ്ഞതുപോലെ തന്നെ. പിന്നെ ഈ കടയിൽ ചുമ്മാ കയറിയതാണ്, ഒരാവശ്യമില്ലാതെ. കാരണം നല്ലൊരു ക്യൂട്ട് ഷോപ്പാണ്. സോപ്പാണ് കേട്ടോ ഈ കാണുന്നതൊക്കെ. നല്ല മണമായിരുന്നു കേട്ടോ ആ ഷോപ്പിൽ. കുറച്ച് നേരം ഞങ്ങൾ അവിടെ തന്നെ അങ്ങ് നിന്നു കേട്ടോ. കഴിക്കാൻ തോന്നുന്നു കണ്ടിട്ട്. പക്ഷെ ഇത് സോപ്പാണ്. സോപ്പുകളാണ് കേട്ടോ ഇതൊക്കെ. നല്ല സ്മെല്ലുള്ള സോപ്പുകൾ. ഇതെന്താണ്? ഇത് ബോഡി സ്ക്രബാണ്. സാധനങ്ങൾ കൊള്ളാം. പിന്നെ ഞങ്ങൾ പോയത് ബിഗ് ഡബ്ല്യൂയിലേക്കാണ്. ബിഗ് ഡബ്ല്യൂയിൽ എന്തിനാ പോയെന്ന് എനിക്കിപ്പോൾ ഓർമ്മയില്ല. പക്ഷേ ഞാൻ അവിടുന്ന് കുറേ ബോഡി വാഷൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കുറേ നല്ല ഓഫേഴ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അവിടുന്ന് കൂടുതലും ബോഡി വാഷായിരുന്നു എടുത്തത്. ഞങ്ങളിപ്പം എപ്പിങ്ങിലെത്തി. ഇവിടുന്ന് എങ്ങോട്ട് പോകുമായിരുന്നു? കെമിസ്റ്റ് വെയർ ഹൗസ്. അവിടെ കെമിസ്റ്റ് വെയർ ഹൗസ് ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ കെമിസ്റ്റ് വെയർ ഹൗസിലൂടെ നമുക്ക് കയറണം എന്നുണ്ടായിരുന്നു. അതുകൊണ്ട് എപ്പിങ്ങിലോട്ട് വന്നേ. ഇപ്പോൾ ഞങ്ങൾ ഇന്ത്യൻ ഷോപ്പിനൊക്കെ വന്ന് കുറച്ച് സാധനം ഇവിടുന്ന് വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നു കേട്ടോ. ഇതിനിടയിൽ ഞങ്ങൾ കെമിസ്റ്റ് വെയർ ഹൗസിൽ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയേ. പിന്നെ ഇത് വിന്നീസ് ഷോപ്പാണ്. ഇവിടെ കുറേ സെക്കൻഡ് ഹാൻഡ് ഐറ്റംസ് നമുക്ക് വില കുറഞ്ഞ് കിട്ടും കേട്ടോ. ഒട്ടുമിക്ക എല്ലാ പ്രോഡക്റ്റ്സും ഉണ്ടായിരുന്നു. ക്ലോത്ത്സ് ഉണ്ടായിരുന്നു, പിന്നെ ഷോ പീസ് ഐറ്റംസ് ഉണ്ടായിരുന്നു, പിന്നെ ചെരുപ്പുകളുണ്ടായിരുന്നു, മാലകൾ, പിന്നെ പെട്ടികൾ, അങ്ങനെ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ. എനിക്ക് ഈ ഷോപ്പിൽ കയറിയപ്പോൾ മുതൽ ഞാൻ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഐറ്റംസൊക്കെ ഒരു കാലത്ത് ആരുടെയൊക്കെയോ ബിലോങ്ങിങ്സ് ആയിരുന്നല്ലോ. എല്ലാ ഐറ്റംസിനും എന്തെങ്കിലുമൊക്കെ സ്റ്റോറി പറയാൻ കാണുമല്ലേ. എസ്പെഷ്യലി ഈ ടോയ് സെക്ഷനിൽ വന്നപ്പം ഏതോ ഒരു കുട്ടിയുടെ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ടോയ് ആയിരിക്കണമായിരുന്നല്ലോ ഒരു കാലത്തത്. അങ്ങനെ ഞങ്ങളുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനി തിരിച്ചു പോവാണ്. ഒരു നീണ്ട ഷോപ്പിംഗ് ആയിരുന്നു. എത്ര ഷോപ്സിലല്ലേ നമ്മൾ കയറി? കുറേ ഷോപ്പിൽ കയറി. കുറേ വാങ്ങിക്കുകയും ചെയ്തു. ഇത്രയും ഷോപ്പ്, അതും മറ്റേ മാക്യുറി ഷോപ്പിംഗ് സെൻറ്ററിൽ നിന്ന് അവിടുന്ന് മെട്രോ കയറി എപ്പിങ്ങിൽ നിന്ന് വന്ന് എപ്പിങ്ങിൽ നിന്ന് ഷോപ്പ് ചെയ്തു. ഞങ്ങൾ തിരിച്ചു പോവാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ ഡേ? സൂപ്പർ. അപ്പോൾ ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ
please like, comment and subscribe to my channel. See you in my next vlog. Till then, ta-ta. Ta-ta, പറ. ടാറ്റാ.